8ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ ലെസൺ ഐഡൻറ്റിറ്റീസിൻ്റെ പ്രോബ്ലംസാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈക്വേഷൻ പഠിക്കണം. കണ്ട എക്സ് പ്ലസ് പേജ് നമ്പർ 81 ഒരു ഈക്വേഷൻ നമ്മൾ പഠിക്കണം. കണ്ട ഒരു ഈക്വേഷൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇത് ഇന്നേക്ക് മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ പിന്നെ ഏതൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ, മാത്സുമായി സംബന്ധിച്ച് ഏതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണത്. അപ്പം നമ്മളിത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടല്ലോ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ തൊട്ടിപ്പുറത്തെ പേജ് നമ്പർ കണ്ട തൊട്ടിപ്പുറത്തെ പേജ് നമ്പറിൽ ചോദ്യം വന്നിരിക്കുന്നത്. അതായത് നൗ കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് ഇൻ ഹെഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളത് ഈക്വേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 52നെ നമുക്ക് 50 + 2 ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ഒരു ഈക്വേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഈ 50 എന്ന് പറയുന്നത് എക്സ്, 2 എന്ന് പറയുന്നത് വൈ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ എക്സ് 50 ആണ്, വൈ 2 ആണ്. അപ്പോൾ ഈ ഈക്വേഷനാണ് ഈ ഒരു ഇപ്പുറത്തെ ഒരു ഈക്വേഷനിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരണം. അപ്പോൾ എക്സ് സ്ക്വയർ, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 50 അല്ലേ, അപ്പോൾ 50 സ്ക്വയർ പ്ലസ് പിന്നെ വൈ സ്ക്വയറാണ്. വൈ എന്താ 2 അല്ലേ, 2 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 50 ഇൻറ്റു വൈ എന്ന് പറയുന്നത് 2. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിതിനെ അപ്പോൾ 50 സ്ക്വയർ, അപ്പോൾ 50 ഇൻറ്റു 50 എന്നല്ല അർത്ഥം. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റും കേട്ടോ. 5 ഇൻറ്റു 5, ഈ 5 ഇൻറ്റു 5 എത്രയാ 25. പിന്നെ 2 0 ഉള്ളത് എൻ്റെ അടുത്ത് എഴുതി കുറച്ച് ഈസി ആക്കി തന്നതാട്ടോ. അപ്പോൾ ഇസ് ഈക്വൽ ടു 2500 2500 പ്ലസ് 2 സ്ക്വയർ എത്രയാ 2 സ്ക്വയർ 2 ഇൻറ്റു 2 4 പ്ലസ് ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 2 കുറച്ച് എളുപ്പവഴിയാണേ പറയുന്നതെല്ലാം. 2 ഇൻറ്റു 2 4 ഇൻറ്റു 5 20. ഇനി ഒരു 0 കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടു. അപ്പോൾ എത്രയാണ് കിട്ടുന്നത് 200. നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2704 2704 മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ദെൻ ഇനി അതേ ഇതിൽ തന്നെ 105ൻ്റെ 105ൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. 105ൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ ഈക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് ഈക്വേഷൻ എഴുതി വയ്ക്കണം, നമ്മുടെ ആദ്യത്തെ ഈക്വേഷൻ എഴുതണം കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇങ്ങനെ ഈക്വേഷൻ എഴുതുന്നുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എഴുതി നമ്മളിത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഈക്വേഷൻ പ്രകാരമാണ് നമ്മളിത് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ, അപ്പോൾ 100
പ്ലസ് 5 ഹോൾ സ്ക്വയർ. ആ രൂപത്തിലേക്ക് ഇതിനെ ആക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 100 വൈ എന്ന് പറയുന്നത് 5. അപ്പോൾ എക്സ് സ്ക്വയർ 100 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എത്രയാ 100 ഇൻറ്റു വൈ എത്രയാ 5. അപ്പോൾ ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 11,025 11,025. അപ്പം മൂന്നാമത്തെ കണക്കാണ് 20 ഹാഫ് ഹോൾ സ്ക്വയർ. പേജ് നമ്പർ 82 തന്നെയാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ എഴുതി കൊടുക്കണം കേട്ടോ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ, അതാണ് 2xy. ദെൻ ഈ 20 ആൻഡ് ഹാഫ് ഹോൾ സ്ക്വയറിൻ്റെ കാണുന്നതിന് പകരം മുൻപായിട്ട് നമ്മൾ 20 പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ എഴുതി വയ്ക്കുക. അപ്പോൾ ഇവിടെ 20 ആണ് എക്സ്, ഹാഫാണ് ഇവിടെ വൈ. നമ്മൾ നമ്മുടെ ഈക്വേഷനിലേക്ക് ഇതിനെ കൊടുക്കുകയാണേ. എക്സ് സ്ക്വയർ അപ്പോൾ 20 സ്ക്വയർ പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എത്രയാ 20 ഇൻറ്റു വൈ ഹാഫ് വൈ സ്ക്വയർ. അപ്പോൾ ഹാഫ് വൈ സ്ക്വയർ ഇല്ല വൈ, അപ്പം വൈ. ദെൻ ഈസ് ഈക്വൽ ടു 20യുടെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 0ൻ്റെ സ്ക്വയർ ഒരു സീറോ അല്ലേ ഉള്ളൂ, 0ൻ്റെ സ്ക്വയർ 2 0. അപ്പോൾ എളുപ്പവഴി കേട്ടോ ഇതൊക്കെ. 2ൻ്റെ സ്ക്വയർ 4, 0ൻ്റെ സ്ക്വയർ 2 0. ഓക്കെ. ദെൻ പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 ബൈ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് ഇവിടെ നമുക്കൊരു എളുപ്പവഴി ചെയ്യാം. കാരണം ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് ഇൻറ്റു അല്ലേ, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇതുള്ളത് അടിയിലും മുകളിലും കിടക്കുന്ന നമ്പറുകൾ ഒരുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയല്ലോ. അപ്പോൾ ഒരുപോലത്തെ നമ്പറാണെങ്കിൽ മാത്രമേ മുഴുവൻ വെട്ടിക്കളയാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കുമ്പോൾ എവിടെയാണോ കൂടുതൽ അവിടെ ബാക്കി വരും. ഇപ്പോൾ ഇവിടെ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അടിയിലും മുകളിലും ഒരുപോലെ ഈക്വൽ ആയതുകൊണ്ട് അത് രണ്ടും വെട്ടിപ്പോവും. ഈക്വൽ നമ്പേഴ്സാണ് അടിയിലും മുകളിലും വന്ന് വെട്ടിപ്പോവും. ബാലൻസ് എന്താ വന്നേ 20 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 20. നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 420 അതിൽ കൂടി നമ്മൾ ഈ 1/4 കൂടി ആഡ് ചെയ്യുമ്പോൾ 420 ആൻഡ് 1/4. ഇതാണ് ഇതിൻ്റെ ആൻസർ. പേജ് നമ്പർ 82 വരുന്ന ക്വസ്റ്റ്യനാണ് അടുത്തത്. 10.2 ഹോൾ സ്ക്വയർ കേട്ടോ. ഈ നമ്പറിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഈക്വേഷൻ എഴുതി കൊടുക്കാൻ പോവാണ്. ഈക്വേഷൻ എഴുതുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഈ ഇക്വേഷൻ പ്രകാരമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളതൊന്ന് എഴുതി കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതേ രൂപത്തിലേക്ക് നമ്മുടെ 10.2 നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ 10.2 10 പ്ലസ് 0.2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് ആയിട്ട് 10ഉം വൈ ആയിട്ട് 0.2ഉം ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.2 പോയിൻ്റ് മറക്കരുത്, 0.2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പോൾ 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ
10 ഇൻറ്റു y എന്ന് പറഞ്ഞാൽ 0.2 ഇൻറ്റു ചെയ്യണം ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ. നമുക്ക് ഈസി ആയിട്ട് അറിയാമല്ലേ, 10 × 10 100. അവിടെയും ആ രീതിയിൽ തന്നെ നമുക്ക് പറയണമെങ്കിൽ പറയാം. 1 സ്ക്വയർ 1, 0 സ്ക്വയർ 2 0 2 പ്ലസ് ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ 4 അല്ലേ? അപ്പോൾ 0.2 സ്ക്വയർ എന്ന് വെച്ചാൽ 0.2 ഇൻറ്റു 0.2 എന്നല്ലേ അർത്ഥം. അപ്പോൾ 2 × 2 എത്രയാണ്? 4. പക്ഷേ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉണ്ട്, ഇവിടെയും പോയിൻ്റ് ആയിട്ട് ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉത്തരത്തിലോട്ടേക്ക് വരുമ്പോൾ എന്ത് വരും? 2 സ്ഥാനം മാറ്റിയിട്ട് വേണം പോയിൻ്റ് വരാനായിട്ട്. അപ്പോൾ നമുക്ക് 2 നമ്പറായിട്ട് 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 സ്ഥാനം ശരിയാക്കാൻ, പോയിൻറ്റിന് 2 സ്ഥാനം ശരിയാക്കാൻ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ശരിയായി. 1 2 അത് തന്നെയാണ് പോയിൻ്റ്, 1 2 അത് തന്നെയാണ് പോയിൻ്റ്. ഇങ്ങനെ വേണം എഴുതാൻ, തെറ്റരുത്. പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 10 20, 2 ഇൻറ്റു 10 20 ഇൻറ്റു 0.2. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റു ചെയ്യാനായിട്ട് നോക്കുമ്പോൾ സാധാരണ പോലെ നമ്മൾ ഇൻറ്റു ചെയ്യാം. 20 ഇൻറ്റു 2 നമുക്കറിയാം 40 ആണ് അല്ലേ? പക്ഷേ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ട്, കണ്ട ഒരു സ്ഥാനം നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉത്തരത്തിലേക്ക് കൊണ്ടുവരണ്ടേ? ആ പോയിൻറ്റിനെ കൊണ്ടുവരുമ്പോൾ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു സ്ഥാനം എപ്പോഴും ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. പോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെയാണ് പോയിൻ്റ് വരിക. അപ്പോൾ 4.0 എന്നുവെച്ചാൽ പിന്നെ 0ക്ക് വിലയില്ല. അപ്പോൾ 0 വേണ്ട, 4 മാത്രം ഉത്തരം. അപ്പോൾ ഇതിനി എങ്ങനെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പ്ലസ് 4 എന്നുള്ളത് നമ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കാം. എന്താ 100 പ്ലസ് 4. ഈ 0.04 എന്നുള്ളത് ഒരു, അപ്പോൾ ഈ 100ൽ പോയിൻ്റ് ഉണ്ടോ? 4 പോയിൻ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നീക്കി തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിന് പകരം ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് നമുക്കൊരു പോയിൻറ്റിൻ്റെ 2 സ്ഥാനം ഉണ്ടല്ലോ ഇവിടെ, അത് കറക്റ്റാക്കാൻ 2 പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയും പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 2 പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി എഴുതണേൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. കണ്ട, ഇങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 4, ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 0 4 0 1. അപ്പോൾ 10.2 ഹോൾ സ്ക്വയർ. നമ്മുടെ ഈ 10.2 ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ, ഇതിൻ്റെ ആൻസറാണ് ഇപ്പം നമ്മളോട് ചെയ്തത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന കണക്കുകൾ, ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടക്കമില്ലാണ്ട് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.